Ennemcien. നമുക്ക് സെമി കണ്ടക്ടേഴ്സ് ഒന്ന് പരിചയപ്പെട്ട് തുടങ്ങാം. ഈ സാധാരണ തുടങ്ങുന്ന രീതിയിൽ ഒരു ക്ലീഷേ, ഒരു മടുപ്പുണ്ടാക്കാത്ത രീതിയിൽ ഞാൻ ചെയ്യുള്ളൂ. നല്ല കണ്ടക്ടറും അല്ല, നല്ല ഇൻസുലേറ്ററും അല്ല, അങ്ങനെയുള്ള വസ്തുക്കളെ ആ സെമി കണ്ടക്ടർ എന്ന് പറയുന്നതെന്ന് എല്ലാവർക്കും അറിയാം. ഈ സെമി കണ്ടക്ടർ ഡിവൈസസ്, ജർമേനിയം, സിലിക്കൺ, ഇങ്ങനെയൊക്കെയുള്ള വസ്തുക്കളൊക്കെ സെമി കണ്ടക്ടേഴ്സാണ്. റൂം ടെമ്പറേച്ചറിൽ അല്പം സ്വല്പം ഫ്രീ ഇലക്ട്രോൺസ്, കണ്ടക്ഷൻ ഇലക്ട്രോൺസ് ഈ വസ്തുക്കളിലൊക്കെ ഉണ്ടാവും. അത് നമ്മൾ ബാൻഡ് തിയറിയൊക്കെ ചർച്ച ചെയ്യുമ്പോൾ അത് പറയും. ഇപ്പം ഞാൻ ബാൻഡ് തിയറിയിലോട്ട് കടക്കുന്നില്ല, സ്വല്പം കഴിഞ്ഞിട്ടേ അത് കടക്കത്തുള്ളൂ. അപ്പോൾ ഈ സെമി കണ്ടക്ടർ ഡിവൈസസിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യും. ഒന്ന്, ക്ലാസിഫിക്കേഷൻ according to the manner in which they convert energy. എനർജി എങ്ങനെ കൺവേർട്ട് ചെയ്യുന്നു എന്നതിനനുസരിച്ച് നമ്മൾ സെമി കണ്ടക്ടേഴ്സിനെ, ഡിവൈസസിനെ, ഇതുകൊണ്ടുണ്ടാക്കുന്ന ഉപകരണങ്ങളെ നമ്മൾ തരം തിരിക്കാറുണ്ട്. ഒന്ന്, ഇലക്ട്രിക് ടൈപ്പ് എന്ന് പറയും. സാധാരണ ജനറൽ പർപ്പസ് ഡയോഡുകൾ, അതായത് റെക്ടിഫയറിലൊക്കെ ഉപയോഗിക്കുന്ന ഡയോഡുകൾ, പിന്നെ എല്ലാ തരം ട്രാൻസിസ്റ്റേഴ്സ്, ഇതെല്ലാം നമുക്ക് പഠിക്കാനുള്ള, ഇതെല്ലാം ഇലക്ട്രിക് ടൈപ്പ് ഓഫ് സെമി കണ്ടക്ടർ ഡിവൈസസ് എന്നാണ് പറയുക. മറ്റൊരു രണ്ട് തരം ഫോട്ടോ ഇലക്ട്രിക് ടൈപ്പുകൾ, പിന്നെ റേഡിയേഷൻ ടൈപ്പുകൾ. ഈ രണ്ട് വകുപ്പിൽപ്പെടുന്ന ഡിവൈസസ് നമുക്ക് ഫോട്ടോ ഡയോഡ്സ് ഉണ്ട്, ചെറുതായിട്ട് പഠിക്കാനുണ്ട്. ഫോട്ടോ റെസിസ്റ്റേഴ്സ് ഉണ്ട്, ലൈറ്റ് വീഴുമ്പോൾ റെസിസ്റ്റൻസ് മാറുന്ന വസ്തുക്കൾ. പിന്നെ സോളാർ സെല്ലുണ്ട്, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്സ്. ഇതെല്ലാം ഈ രണ്ട് കാറ്റഗറിയിൽ പെടുന്നത്. അതായത് ഫോട്ടോ ഇലക്ട്രിക് ടൈപ്പ്, പിന്നെ റേഡിയേഷൻ ടൈപ്പ്. അപ്പോൾ ഇത് ഈ പറഞ്ഞത് ഒരു തരം ക്ലാസിഫിക്കേഷനാണ്. ഇലക്ട്രിക് ടൈപ്പ്, പിന്നെ ഫോട്ടോ ഇലക്ട്രിക് ടൈപ്പ്, റേഡിയേഷൻ ടൈപ്പ്. അതിൻ്റെ എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞു. ഇനി ഇതുകൂടാതെ എന്ത് തരം മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ് ഈ ഡിവൈസസ് ഉണ്ടാക്കുന്നത് എന്നതിനെ അനുസരിച്ച് ക്ലാസിഫൈ ചെയ്യും. സാധാരണ ഉപയോഗിക്കുന്ന സിലിക്കൺ ടൈപ്പ്, അല്ല ജർമേനിയം ടൈപ്പ്, അതിൽ സിലിക്കൺ ആഴ്സനൈഡ് ടൈപ്പ്. പുതിയ റിസർച്ചുകൾ നടക്കുന്നത് അനുസരിച്ച് പുതിയ മെറ്റീരിയൽസ് ഉണ്ട്. അത് നമുക്കിപ്പോൾ തൽക്കാലം അതിലോട്ടൊന്നും ഞാൻ കടക്കുന്നില്ല. ഇനിയും ഈ സാധാരണ ഗുഡ് കണ്ടക്ടേഴ്സിൽ കണ്ടക്ഷൻ ഇലക്ട്രോൺസ് വളരെ അധികമുണ്ട്. പക്ഷേ സെമി കണ്ടക്ടറിൽ അബ്സല്യൂട്ട് സീറോയിലാണെങ്കിൽ ഫ്രീ ഇലക്ട്രോൺസേ ഉണ്ടാവില്ല. പക്ഷെ റൂം ടെമ്പറേച്ചറിൽ അല്പം സ്വല്പമൊക്കെ ഈ ഫ്രീ കണ്ടക്ഷൻ ഇലക്ട്രോൺസ് ഉണ്ടാവും. ഈ തെർമൽ എനർജി, ചുറ്റുപാടിൽ നിന്ന് ഹീറ്റ് എനർജി സ്വീകരിച്ചിട്ട് കുറച്ച് ഇലക്ട്രോൺസ് വാലൻസ് ഷെല്ലിൽ നിന്ന് പറഞ്ഞ് മാറിയൊക്കെ നടക്കും. ഈ ഇതിൽ ഞാൻ നേരത്തെ ഒരു പോസ്റ്റിങ്ങിൽ പറഞ്ഞിട്ടുണ്ട്, ഒരാറ്റത്തിലെ ഏറ്റവും എനർജറ്റിക് ആയിട്ടുള്ള ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ വാലൻസ് ഷെല്ലിലെ ഇലക്ട്രോൺസാണ്. അതിലും എനർജി കൂടുതലാണ്. ഇത് ആറ്റത്തിൽ നിന്ന് പറഞ്ഞ് മാറി ഫ്രീ ഇലക്ട്രോൺസായിട്ട് നടക്കുമ്പോൾ ഇതിനേക്കാൾ എനർജി കൂടുതൽ. അപ്പോൾ കണ്ടക്ഷൻ ഇലക്ട്രോൺസാണ് ഏറ്റവും കൂടുതൽ എനർജി. ഇനി ഈ ജർമേനിയം, സിലിക്കൺ ഇങ്ങനെയുള്ള വസ്തുക്കൾ പ്യുവർ ഫോമിൽ ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കുക. ആദ്യം നമുക്ക് അതുമായിട്ടൊന്ന് പരിചയപ്പെടാം. ഈ ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സിൽ അല്പം സ്വല്പം ഫ്രീ ഇലക്ട്രോൺസൊക്കെ ഉണ്ടാവും. ഞാനതൊരു ചെറിയൊരു മോഡലൊന്ന് കാണിക്കുക. ഇതിപ്പോൾ ഞാൻ 3 കോറുകൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്, ആറ്റംസ് കാണിച്ചിട്ടുണ്ട്. ഈ ക്രിസ്റ്റൽ, ഇത് സെമി കണ്ടക്ടർ ക്രിസ്റ്റൽ. ഇത് ന്യൂട്രലാണ്, വാലൻസ് ഇലക്ട്രോണൊക്കെ അതാത് ആറ്റങ്ങളുടെ കൂടെ ഉണ്ട്.
അപ്പോൾ ഒരു പ്ലസും മൈനസും കൂടെ ചേർന്ന് ആറ്റം ന്യൂട്രലായിട്ടിരിക്കുക, അല്ലെങ്കിൽ ആറ്റം ന്യൂട്രലായിട്ടിരിക്കുക. ഇത് ന്യൂട്രലാണ്. ഇതിലെ ഒരു വാലൻസ് ഇലക്ട്രോൺ പറഞ്ഞു മാറി നിൽക്കുക, അതിൽ നിന്ന് ഫ്രീ ആയിട്ട് നിൽക്കുക. അപ്പോൾ നമ്മളൊരു ബാറ്ററി കണക്ട് ചെയ്യുമ്പോൾ അപ്പോൾ ഈ ഇലക്ട്രോണ് ഈ ആറ്റത്തിൽ നിന്ന് ഈ ഇലക്ട്രോൺ ഇഞ്ഞ് മാറിയത് കൊണ്ട് ഇവിടെ ഒരു വേക്കൻസി ഉണ്ടെന്ന് പറയും. ഈ വേക്കൻസി ഓഫ് ഇലക്ട്രോണിന് നമ്മൾ ടെക്നിക്കലായിട്ട് ഇലക്ട്രോണിക്സിൽ പറയുന്ന പേരാണ് ഹോള്, HOLE, ഹോൾ. അപ്പോൾ ഈ ആറ്റത്തിൽ ഇപ്പോൾ ഒരു ഹോളുണ്ട്, ഒരു വേക്കൻസി ഉണ്ട്. ഈ വേക്കൻസിക്ക് എപ്പോഴും ഒരു ഇലക്ട്രോൺ അഫിനിറ്റി ഉണ്ടാകും. മറ്റൊരു ഇലക്ട്രോണിനെ പിടിച്ച് അവിടെ വേക്കൻസി ഫില്ല് ചെയ്യാനുള്ള ഒരു അഭിനിവേശം ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് ഈ ഒരു ബാറ്ററി അങ്ങോട്ട് കണക്ട് ചെയ്തു. ഈ ബാറ്ററി കണക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഈ ക്രിസ്റ്റലിനകത്ത് ഉണ്ടാവുക. ഈ ഇലക്ട്രിക് ഫീൽഡ് ചെല്ലുന്ന ഉടനെ ഈ പുറത്തിറങ്ങി നിൽക്കുന്ന ഇലക്ട്രോൺ എന്താ ചെയ്യുക? ഫീൽഡ് ഈ ബാറ്ററിയുടെ പ്ലസ് ഇതും മൈനസ് ഇതുമാണ്. അപ്പോൾ ബാറ്ററി കൊടുക്കുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട്, അതാണ് പ്ലസ്സിന്ന് മൈനസിലോട്ടാണ്. ഇത് EMF അല്ല, ഈ ബാറ്ററി ക്രിസ്റ്റലിനകത്ത് കൊടുക്കുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനാണ്, ഈ ഡയറക്ഷനാണ്. ഇപ്പം ഫീൽഡിൻ്റെ പ്ലസ് സൈഡ് ഇവിടെയും മൈനസ് സൈഡ് ഇവിടെയുമാണ്. അപ്പോൾ ഈ ഫ്രീ കണ്ടക്ഷൻ ഇലക്ട്രോൺ എന്താ ചെയ്യുക? ഇങ്ങോട്ട് ഒഴുകും, ഇങ്ങോട്ട് ഡ്രിഫ്റ്റ് ചെയ്യും. ഇത് ഈ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ആക്ഷൻ കൂടെ ചെല്ലുമ്പോൾ ഇതിൽ നിന്നും ഒരു ഇലക്ട്രോൺ ഈ ഹോളിലേക്ക് ചാടും, ഈ വേക്കൻസി വന്ന് ഫില്ല് ചെയ്യും. അപ്പോൾ ഈ വേക്കൻസി, ഇവിടെ ഉണ്ടായിരുന്ന വേക്കൻസി ഇവിടേക്ക് മാറി. ഉടനെ അടുത്ത ആറ്റത്തിൽ നിന്നും ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ട് ചാടും. അപ്പോൾ ചുരുക്കത്തിൽ ഇവിടെ ഒരു ഹോൾ ആയി കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡും അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ മൊത്തത്തോടൊരു ഇലക്ട്രോണിൻ്റെ ഡ്രിഫ്റ്റ് ഇങ്ങോട്ടിഞ്ഞ് നടക്കുക. ഒറ്റ ഫ്രീ ഇലക്ട്രോൺ അവിടെ ഉണ്ടായാൽ മതി, ഒരു ഇലക്ട്രോൺ ഡ്രിഫ്റ്റ് ഇങ്ങനെ ആ ക്രിസ്റ്റലിനകത്ത് നടക്കും. ഇത് ഞാൻ ഇലക്ട്രോൺ കണ്ടക്ഷൻ എന്ന് പറയുക. അതേസമയം ഈ ഹോള്, ഇവിടെ ആയിരുന്നു വേക്കൻസി ആദ്യം, അല്ലെ ഹോള്, ആ ഹോള് ഇവിടുന്ന് ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ട് മാറിയപ്പോൾ ആ ഹോൾ ഇവിടെ എത്തി. ഇവിടുന്ന് ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ട് ചാടിയപ്പോൾ ഹോള് ഇവിടെ എത്തി. അപ്പോൾ ഹോള് ഫീൽഡിൻ്റെ ഡയറക്ഷനിലോട്ട് പോകുന്നു, ഇലക്ട്രോൺ ഫീൽഡിനെതിരെയും പോകുന്നു. അപ്പോൾ ഈ ഹോള് ഫീൽഡിൻ്റെ ഡയറക്ഷനിൽ പോകുന്നു, ഇലക്ട്രോൺ എതിരെയും പോകുന്നു. നെഗറ്റീവ് ചാർജ് എപ്പോഴും ഫീൽഡിനെതിരെ പോകും. ഇതൊക്കെ ഇലക്ട്രോസ്റ്റാറ്റിക്സ് നമ്മൾ കണ്ടതാണ്. ഇലക്ട്രോസ്റ്റാറ്റിക്സൊക്കെ അതിനാദ്യം ശരിക്കും പഠിക്കണമെന്ന് പറയുന്നതിൻ്റെ ഏർലിയർ പോസ്റ്റിങ്സ് നോക്കുക, സബ്സ്ക്രൈബ് ചെയ്താലേ അത് നിങ്ങൾക്ക് കിട്ടുള്ളൂ. ആദ്യം തൊട്ട് കാണണം. വളരെ വ്യക്തമായിട്ട്, കാര്യമായിട്ട്, സിമ്പിളായിട്ട് ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. ഇനി ഈ ഹോള് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഈ ഹോള് പോകുന്നത് കൊണ്ട് നമുക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. അതൊരു പോസിറ്റീവ് ചാർജുള്ള പാർട്ടിക്കിളായിട്ട് അങ്ങ് സങ്കല്പിക്കാം. ഫീൽഡിൻ്റെ ഡയറക്ഷനിലോട്ടല്ലേ ഈ ഹോള് പോകുന്നത്. സത്യത്തിൽ അവിടെ ചലിക്കുന്നത് ഇലക്ട്രോൺസാണ്. ഇപ്പോൾ സാധാരണഗതിയിൽ ഈ നമുക്കറിയാം, ഈ ഓട്ടോറിക്ഷ സ്റ്റാൻഡ് ഇങ്ങനെ നിരന്ന് കിടക്കുക, ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തോ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തോ. ഇപ്പോൾ ഈ അറ്റത്ത് കിടക്കുന്ന ഓട്ടോയ്ക്കാണ് ചാൻസ് കൂടുതൽ. അപ്പോൾ ഒരു യാത്രക്കാരൻ വന്ന് ഇത് വിളിച്ചുകൊണ്ട് പോയി. അപ്പോൾ ഈ ഓട്ടോറിക്ഷ ഇറങ്ങി അങ്ങ് പോയി. അതിന് ഏത് സ്പീഡുമാകാം, അതങ്ങ് കുതിച്ച് പോവാം. ഇവിടെ വേക്കൻസി വരുന്ന ഉടനെ ഈ ഓട്ടോക്കാരൻ, അപ്പോൾ ഇവിടെ ഒരു വേക്കൻസി ഉണ്ട് V1. അപ്പോൾ ഈ ഓട്ടോറിക്ഷക്കാരൻ അവൻ്റെ വണ്ടി ബാക്കിലോട്ടും മുമ്പോട്ടും ഒക്കെ എടുത്ത് തിരിച്ച് കയറി ഈ വേക്കൻസി വന്ന് ഫില്ല് ചെയ്യും. അപ്പോൾ ഇവിടുത്തെ വേക്കൻസി ഇങ്ങോട്ട് മാറി. ഉടനെ ഇവൻ തിരിച്ചും മറിച്ചും കൊണ്ട് കൊല ഇവിടെ കൊണ്ട് തള്ളും. അപ്പോൾ വേക്കൻസി ഇവിടോട്ട് വന്നു. അപ്പോൾ ഇവൻ ഇവിടോട്ട് മാറും, വേക്കൻസി ഇങ്ങോട്ട്. ചുരുക്കത്തിൽ ഒരു ഇലക്ട്രോൺ ഒരു ഓട്ടോറിക്ഷ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഓട്ടോറിക്ഷയുടെ ആകമാനം ഒരു ഇളക്കം നടക്കുക ആ സ്റ്റാൻഡിൽ. അതായത് ഈ വേക്കൻസി ഇങ്ങോട്ട് നീങ്ങുക ഇലക്ട്രോൺ എവിടെ ചെല്ലുമ്പോൾ.
ഈ വേക്കൻസി ഇങ്ങനെ നീങ്ങുന്നതിന് ഓട്ടോറിക്ഷയുടെ ഒരു ഒഴുക്കാണല്ലോ അതും. പക്ഷേ ഈ ഇറങ്ങിപ്പോകുന്ന ഇലക്ട്രോണിൻ്റെ വേഗത ഇല്ല ഈ ഹോള് ഫില്ല് ചെയ്ത് ഹോൾ ഇങ്ങോട്ട് നീങ്ങുന്നതിന്. കാരണം ഈ ഹോള് ഫില്ല് ചെയ്ത് വരുന്നതിന് അല്പസമയം പിടിക്കും. ഈ ആത്മരക്ഷ തിരിച്ചും മറിച്ചും ഒക്കെ എടുത്തുകൊണ്ട് ഹോള് ഫില്ല് ചെയ്യാനായിട്ട് അല്പസമയം എടുക്കും. അപ്പോൾ ഈ ഓട്ടോറിക്ഷ ഓടുന്ന വേഗതയിൽ ഇവിടുത്തെ ഹോള് വേക്കൻസികൾ ഫില്ല് ചെയ്ത് വരില്ല. അപ്പോൾ ഈ വേക്കൻസി ഇങ്ങോട്ട് പോകുന്നത് ഈ ഒറ്റയ്ക്കിറങ്ങിപ്പോയ ഓട്ടോറിക്ഷ പോകുന്ന വേഗതയിലേക്കാൾ കുറഞ്ഞ വേഗതയിൽ ഈ വേക്കൻസി ഫില്ല് ചെയ്ത് പോകത്തുള്ളൂ. ഇവിടെ അത് തന്നെയാണ് സംഭവിക്കുന്നത്. ഇവിടെ ഈ ഇറങ്ങിപ്പോയ ഇലക്ട്രോൺ അവനൊരു പോക്കങ്ങ് പോകും. പക്ഷേ ഈ ഹോള് ഫില്ല് ചെയ്യണം ഇവൻ ആലോചിച്ച് ഇവിടുന്ന് ചാടി വന്നാൽ ഇത് ഫില്ല് ചെയ്യാൻ അല്പസമയം പിടിക്കും. അപ്പോൾ ഇലക്ട്രോൺ കണ്ടക്ഷനേക്കാൾ ശക്തി കുറവാണ് ഹോൾ കണ്ടക്ഷൻ. ഇനി നമ്മൾ ഈ ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഈ ഇലക്ട്രോൺ ഇങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്യുന്നുണ്ട്. ഫീൽഡിനെതിരെ ഡ്രിഫ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കൺവെൻഷൻ അതൊരു കറണ്ട് ഉണ്ടാക്കുക. അപ്പോൾ ആ കൺവെൻഷണൽ കറണ്ടിൻ്റെ ഡയറക്ഷൻ എപ്പോഴും ഇലക്ട്രോൺ ഡ്രിഫ്റ്റിന് ഓപ്പോസിറ്റാണ്. അപ്പോൾ അത് ഫീൽഡിൻ്റെ ഡയറക്ഷനിൽ തന്നെ ഇലക്ട്രോൺ ഇവിടെ ഇങ്ങോട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ കൺവെൻഷണൽ കറണ്ട് എടുക്കുന്നത് അതിനെതിരായിട്ട് ഇങ്ങോട്ടാണ്. ബാറ്ററിയുടെ പ്ലസ്സിൽ നിന്ന് മൈനസിലോട്ട് എപ്പോഴും ഇലക്ട്രോൺ എങ്ങോട്ട് പോകുന്നു അതിന് ഓപ്പോസിറ്റായിട്ടാണ് കൺവെൻഷണലായിട്ട് കറണ്ടിൻ്റെ ഡയറക്ഷൻ എടുക്കുക. അപ്പോൾ ഇലക്ട്രോൺ ഇങ്ങോട്ട് ഒഴുകുന്നത് കൊണ്ട് കൺവെൻഷണൽ കറണ്ട് ഇലക്ട്രോൺ ഡ്രിഫ്റ്റ് കൊണ്ടുണ്ടാകുന്ന കറണ്ട് അങ്ങോട്ട്. ഹോളിന് നമ്മൾ പോസിറ്റീവ് ചാർജ് കൊടുത്തേക്കുക. ഈ ഇലക്ട്രോണിനെതിരെ പോകുന്നത് കൊണ്ട് അതൊരു പോസിറ്റീവ് ചാർജിന് ഇക്വലൻ്റ് ആണെന്ന് അങ്ങ് പറയുന്നു. അപ്പോൾ അത് പോകുന്ന ദിശ തന്നെയാണ് കറണ്ടിൻ്റെ ഡയറക്ഷൻ. ഫലത്തിൽ ഇലക്ട്രോണിൻ്റെ ഡ്രിഫ്റ്റ് കൊണ്ടും ഹോളിൻ്റെ ഡ്രിഫ്റ്റ് കൊണ്ടും ഉണ്ടാവുന്ന കറണ്ട് ഒരേ ഡയറക്ഷനിലാണ്. ഇനി നമുക്ക് ഈ മൊബൈൽ ചാർജിൻ്റെ എല്ലാം ഡ്രിഫ്റ്റ് വെലോസിറ്റി തീർച്ചയായിട്ടും ആ ഇലക്ട്രിക് ഫീൽഡിന് പ്രൊപ്പോർഷണലായിരിക്കും, ഒരു സംശയമില്ല. ശക്തിയുള്ള ഫീൽഡ് കൊടുത്താൽ ശക്തമായിട്ട് തന്നെ കൂടിയ വേഗതയിൽ ഇത് ചലിക്കും. അപ്പോൾ ഡ്രിഫ്റ്റ് വെലോസിറ്റി വിൽ ബി പ്രൊപ്പോർഷണൽ ടു ഇൻറ്റൻസിറ്റി ഓഫ് ദി അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡ് ഓർ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഈക്വൽസ് എ കോൺസ്റ്റൻറ്റ് ഇൻ ടു ഇ. ഈ കോൺസ്റ്റൻറ്റിന് പറയുന്ന പേരാ ഡ്രിഫ്റ്റ് മൊബിലിറ്റി ഓഫ് ദി ചാർജ് ഓർ കരിയർ എന്ന് പറയും. ഇവിടെ ഇപ്പോൾ ഫലത്തിൽ 2 കരിയറാണുള്ളത്. ഒന്ന് ഇലക്ട്രോൺ നേരിട്ട് പോകുന്നു, മറ്റേത് ഹോള് ഫില്ല് അത് സത്യത്തിൽ ഇലക്ട്രോൺസ് തന്നെയാണ്. പക്ഷേ ഹോള് ഫില്ല് ചെയ്യുന്നത് വേറൊരു പ്രോസസ്സിൽ കൂടെ ഇച്ചിരി സ്ലോ ആയിട്ടാണ് നടക്കുന്നത്. അതിൻ്റെ ഡയറക്ഷനും ഓപ്പോസിറ്റാണ് ഇലക്ട്രോൺ പോകുന്നത്. അപ്പോൾ ആ ഹോളിൻ്റെ ഡ്രിഫ്റ്റും നമ്മൾ പറയും. അതിനോട് ദോഷമൊന്നുമില്ലല്ലോ, കാരണം ഹോൾ ഇവിടെ ഡ്രിഫ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഹോളിൻ്റെ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഉണ്ട്, അതുപോലെ ഇലക്ട്രോണിൻ്റെ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഉണ്ട്. അപ്പോൾ 2 തരം മൊബിലിറ്റി ഇവിടെ പറയണം. ഒന്ന് ഈ വി എൻ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഇലക്ട്രോണിനെ കാണിക്കാൻ ഇലക്ട്രോണിൻ്റെ ഡ്രിഫ്റ്റ് വെലോസിറ്റി വി എൻ ഈക്വൽസ് മ്യൂ എൻ ഇൻറ്റു ഇ. മ്യൂ എൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിൻ്റെ ഡ്രിഫ്റ്റ് മൊബിലിറ്റി. ഇതുപോലെ ഹോളിന് പോസിറ്റീവ് ചാർജ് കൊടുത്തിരിക്കുന്നത് കൊണ്ട് അതിന് വി പി എന്നതിൻ്റെ ഡ്രിഫ്റ്റ് വെലോസിറ്റിക്ക് പേര് കൊടുക്കും. വി പി ഈക്വൽസ് മ്യൂ പി ഇൻറ്റു ഇ, വേർ mu n is the drift mobility of electron, mu p is the drift mobility of hole. mu h എന്ന് എഴുതാറുണ്ട്, ഹോൾ എന്ന് പറയും. ഇനി തീർച്ചയായിട്ടും ഹോളിൻ്റെ ഡ്രിഫ്റ്റ് മൊബിലിറ്റി കുറവും ഇലക്ട്രോണിൻ്റെ കൂടുതലുമാണ്. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഇലക്ട്രോണൊന്ന് പോയേച്ചാൽ മതി. പക്ഷേ ഹോള് എന്ന് പറഞ്ഞാൽ മറ്റൊരു ഇലക്ട്രോൺ വന്ന് കയറിയിട്ടേ ഇത് ഫില്ലാകത്തുള്ളൂ. അപ്പം ഫില്ല് ചെയ്ത് ഈ ഹോള് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിനല്പം താമസം എടുക്കും. അതുകൊണ്ട് ഹോൾ കൊണ്ടുള്ള ഡ്രിഫ്റ്റ് മൊബിലിറ്റി, ഹോളിൻ്റെ ഡ്രിഫ്റ്റ് മൊബിലിറ്റി പൊതുവെ
കുറവായിരിക്കും. ഞാൻ ഈ പറയുന്ന എല്ലാ പോയിൻറ്റ്സ് ശ്രദ്ധിക്കുക. ചിലയാൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ മ്യൂ പി ഈസ് ഗ്രേറ്റർ ദാൻ മ്യൂ എസ്. ഇനി ഡ്രിഫ്റ്റ് മൊബിലിറ്റിയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ പെർ വോൾട്ട് പെർ സെക്കൻഡ് എന്നാണ്. ആവശ്യമുണ്ട് ഇതൊക്കെ എഴുതിയെടുത്തോളാം. ഞാൻ അതിന് പതുക്കെ കാണിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് കേട്ടു എഴുതാമല്ലോ. അപ്പോൾ ഡ്രിഫ്റ്റ് മൊബിലിറ്റി രണ്ടിനെ കിട്ടി. ഇനി നമുക്ക് ഇതുകൊണ്ടുണ്ടാകുന്ന കറണ്ട് ഡെൻസിറ്റി ജെ എന്ന് പറഞ്ഞാൽ കറണ്ട് ബൈ ഏരിയ, ടോട്ടൽ കറണ്ട് ബൈ ഏരിയ, ഐ ബൈ എ. ഐ നമുക്കറിയാം, അവൻ നേരത്തെ കണ്ടതാണ്, അവൻ AVEN ബൈ എ, ഐ ബൈ എ. ചുരുക്കത്തിൽ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഇൻറ്റു ചാർജ് ഓഫ് ഇലക്ട്രോൺ ഇൻറ്റു എൻ. ഇലക്ട്രോണിൻ്റെയും ഹോളിൻ്റെയും ചാർജ് ഒന്ന് തന്നെ. കാരണം ഒരു ഇലക്ട്രോണിൻ്റെ ആബ്സെൻസ് ആണല്ലോ ഹോള്. അപ്പോൾ അതിന് ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് ആണ്, അതേ അളവിൽ പോസിറ്റീവ് ചാർജ് ഹോളിന് നമ്മൾ സങ്കല്പിക്കും. അപ്പോൾ വെൻ എന്ന് പറയും. എങ്കിൽ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഇവിടെ വി ഡിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട്, വി ഡി എന്ന് പറഞ്ഞാൽ മ്യൂ ഇൻറ്റു ഇ ആണല്ലോ. അപ്പോൾ മ്യൂ ഇ ഇൻറ്റു സ്മോൾ ഇ ഇൻറ്റു എൻ. എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ചാർജ് കരിയർ പെർ യൂണിറ്റ് വോളിയം, അല്ലെ ചാർജ് ഡെൻസിറ്റി എന്ന് പറയാം. മൊബൈൽ കണ്ടക്ഷൻ ഇലക്ട്രോണിൻ്റെയോ ഹോളിൻ്റെയോ ഡെൻസിറ്റി. ചുരുക്കത്തിൽ സെമി കണ്ടക്ടറിലെ കറണ്ട് ഡെൻസിറ്റി ജെ ഈക്വൽസ് മ്യൂ ഇൻറ്റു ഇ ഇൻറ്റു സ്മോൾ ഇ ഇൻറ്റു എൻ. ഇതിൽ രണ്ട് തരം ജെ ഉണ്ട്. ഒന്ന് ഇലക്ട്രോണിൻ്റെ ഡ്രിഫ്റ്റ് കൊണ്ടുണ്ടാകുന്ന കറണ്ട് ഡെൻസിറ്റി ജെ എൻ എന്ന് എഴുതാം. ജെ എൻ ഈക്വൽസ്, അപ്പോൾ മ്യൂ എൻ ഇ എൻ ഐ എന്ന് പറഞ്ഞാൽ ഫ്രീ ഇലക്ട്രോണിൻ്റെ ഡെൻസിറ്റി പെർ യൂണിറ്റ് വോളിയം. ഇതുപോലെ ഹോൾ കൊണ്ടിൻ്റെ ഡ്രിഫ്റ്റ് കൊണ്ടുണ്ടാകുന്ന കറണ്ട് ഡെൻസിറ്റി ജെ പി ഈക്വൽസ് മ്യൂ പി ഇ ഇൻറ്റു പി ഐ. പി ഐ എന്ന് പറഞ്ഞാൽ ഹോൾ ഡെൻസിറ്റി, നമ്പർ ഓഫ് ഹോൾസ് പെർ യൂണിറ്റ് വോളിയം. ഞാൻ മുമ്പേ പറഞ്ഞു, ഇലക്ട്രോണിൻ്റെ കണ്ടക്ഷൻ കൊണ്ടും ഹോളിൻ്റെ കണ്ടക്ഷനും ഒരേ ഡയറക്ഷനിലെ കറണ്ട് മാർക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ടോട്ടൽ കറണ്ട് ഡെൻസിറ്റി ഇൻ ദി ക്രിസ്റ്റൽ ഈസ് ജെ ഈക്വൽസ് ജെ എൻ പ്ലസ് ജെ പി ഈക്വൽസ്, രണ്ട് ഇ ഇൻറ്റു ഈ കോൺ ഫാക്ടറായിട്ട് എടുക്കാം, ഇൻറ്റു മ്യൂ എൻ ഇൻറ്റു എൻ ഐ പ്ലസ് മ്യൂ പി ഇൻറ്റു പി ഐ. പക്ഷേ ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിൽ എത്ര ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട് അത്രയും ഹോളും ഉണ്ടാവും. ഇലക്ട്രോൺ ഒരാറ്റത്തിൽ നിന്ന് പറഞ്ഞു മാറിയാൽ അവിടെ ഒരു ഹോളുണ്ടാവും. രണ്ട് ആറ്റങ്ങളിൽ നിന്ന് ഓരോ ഇലക്ട്രോൺസ് പറഞ്ഞു മാറിയാൽ രണ്ട് കണ്ടക്ഷൻ ഇലക്ട്രോൺ ഉണ്ടാകും, അപ്പോൾ രണ്ട് ഹോൾസും ഉണ്ടാകും. അപ്പോൾ ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിൽ ഹോൾ ഡെൻസിറ്റിയും ഇലക്ട്രോൺ ഡെൻസിറ്റിയും തുല്യമാണ്. ദറ്റ് ഈസ് NI ഈക്വൽസ് PI. രണ്ടും നമുക്ക് N എന്ന് കോമൺ ആയിട്ട് അങ്ങിടാം. അപ്പോൾ ഇതിൽ നിന്ന് NI PI രണ്ടിടത്തും N എന്ന് ഇട്ട് കഴിഞ്ഞാൽ അതും കൂടെ കോൺ ഫാക്ടറായിട്ട് ഇഞ്ഞെടുക്കാം. പോയിട്ട് ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിലെ കറണ്ട് ഡെൻസിറ്റി, ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കറണ്ട് ഡെൻസിറ്റി J ഈക്വൽസ് NEE ഇൻറ്റു മ്യൂ പി പ്ലസ് മ്യൂ എൻ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഫോർമുലയാണ്. ഇനി നമുക്ക് ബാക്കി ഇതിൻ്റെ കാണാം. ഇടയ്ക്കിടയ്ക്ക് ടോപ്പിക്സ് ഞാൻ മാറും. നിങ്ങളിപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾക്ക് വന്നുകൊണ്ടേയിരിക്കും. കുറേശ്ശെ പഠിക്കുക. താങ്ക് യു.